നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ചുക്ക് കാപ്പി അല്ലേ? എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട്. ഞാൻ ഉണ്ടാക്കുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതും കൂടെ പറഞ്ഞു തരാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഞാനിവിടെ 3/4 ലിറ്റർ വെള്ളം തിളയ്ക്കാൻ വെക്കുന്നുണ്ട്. 250 മില്ലി വെച്ചിട്ട് 3 തവണ നമുക്ക് കുടിക്കാനുള്ള വെള്ളമായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇടിച്ചെടുക്കാനുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഉണങ്ങിയ ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം തന്നെ നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അതിലേക്കായിട്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് ഒരു 3 എണ്ണം, ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ഒരു 3 എണ്ണം, കറുവപ്പട്ടയുടെ തോല് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ്, പിന്നെ കുരുമുളക് 1 ടേബിൾ സ്പൂൺ, ജീരകം 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇടിച്ചെടുക്കുകയാണ്. തീരെ ഫൈൻ പൗഡർ ആവണ്ട, ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പം നമ്മൾ ഇതിലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫ്രഷ് ഇൻഗ്രീഡിയൻസ് ഇടിച്ചെടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഫ്രഷ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിക്കൂർക്ക ഇലയുണ്ട്, തുളസിയുണ്ട്, ഇഞ്ചിയുണ്ട്. ഇഞ്ചി എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം കേട്ടോ. 3 മീഡിയം സൈസിലുള്ള പനിക്കൂർക്ക ഇലയും ചേർത്തു, ഇഞ്ചിയും അരിഞ്ഞു ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കണം. ഇതേപോലെ ഇടിച്ചെടുത്തിട്ടുണ്ട്. തുളസി ഇപ്പൊ ഇതിന്റെ കൂടെ ചേർക്കുന്നില്ല, പിന്നീട് വെള്ളത്തിലേക്ക് നേരിട്ട് ചേർക്കുകയാണ് ചെയ്യുക കേട്ടോ. ചുക്ക് കാപ്പി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇഞ്ചി ചേർക്കുന്നതെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ചുക്കിന്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്, ഹീറ്റാണ്. അപ്പം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അസിഡിറ്റി ഉള്ളവർക്കാണെങ്കിൽ അസിഡിറ്റി കൂടും. അപ്പോൾ ഇഞ്ചി എടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ 1/4 ടീസ്പൂൺ ചുക്കിന് 1 ടീസ്പൂൺ ഇഞ്ചി വേണമെന്നാ പറയാം. അപ്പോൾ 4 ഇരട്ടി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചുമയ്ക്കും ചെസ്റ്റ് കഞ്ചഷനും ഒക്കെയുള്ള എഫക്റ്റ് കിട്ടും. അപ്പോഴേക്കും നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടിച്ചു വെച്ച ആ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച തുളസിയും ചേർത്ത് കൊടുക്കാം. ഒരു 7-8 ഇലയുള്ള ഒരു തണ്ടാണ് ഞാൻ എടുത്തത്. ആ തണ്ടോടി കൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നു. ഒരാണി വെല്ലം, ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇതിനേക്കാളും മധുരം വേണമെന്നുള്ളവർ കുറച്ചുകൂടി വേണമെങ്കിൽ ചേർക്കാം. ഇതിന് പകരം കരിപ്പട്ടി, പനങ്കൽക്കണ്ടം അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഒരു 2 മിനിറ്റ് നേരം അങ്ങനെ തന്നെ തിളപ്പിച്ചു കേട്ടോ. ഞാൻ ശർക്കരയൊക്കെ അലിഞ്ഞ് മറ്റുള്ള ഇൻഗ്രീഡിയൻസിന്റെ സത്തൊക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിലേക്കിനി പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആയിട്ട് ചേർക്കേണ്ടത് കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ കാപ്പി ഉണ്ടാക്കും പോലെ ഒരുപാട് കാപ്പിപ്പൊടി ഇതിനാവശ്യമില്ല. ഒരു ഗ്ലാസ്സിന് 250 ml 1/2 ടീസ്പൂൺ വീതം 1.5 ടീസ്പൂൺ ആണ് ഞാനിവിടെ കാപ്പിപ്പൊടി ചേർക്കുന്നത്. അത്രമാത്രം മതി. കാപ്പിപ്പൊടി ചേർത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് നേരം മാത്രം തിളപ്പിക്കുക. എന്നിട്ട് അടുപ്പത്തൊന്ന് വാങ്ങി വെക്കാം. നമുക്ക് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോഴും ചുക്കിന് പകരം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഒന്നും കൂടെ പറയട്ടെ, ചുമയും കഫക്കെട്ടും ഉള്ളപ്പോൾ മാത്രമല്ല, അല്ലാത്ത സമയത്തും ഇത് കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിക്കും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ കേട്ടോ. കമന്റിലിട്ടാൽ മതി. Thank you for watching. Dhanya from Veg Kerala.